Good afternoon all. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന പോർഷൻ ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? മൂവ്മെന്റ്സ് അല്ലായിരുന്നു? പ്രയർ ആരുമില്ലെങ്കിൽ ഞാൻ പറയാം. പ്രയർ ഗീത പറഞ്ഞു കേട്ടോ. Okay, teacher. Good afternoon, everyone. Prayer. Dear God, thank you for this day. Bless my family, my friends, and all the whole world. Fill our heart with love, peace, and kindness. Help us to stay happy, healthy, and strong. Okay. നമ്മള് ഏത് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന? മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ? പേജ് നമ്പർ 143 ആണ് തോന്നുന്നുണ്ട് അല്ലെ? ഞാൻ ലാസ്റ്റ് ക്ലാസ് ലീവ് ആയിരുന്നു ടീച്ചർ, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. എടുത്തിരുന്നത്. ഓക്കെ. അല്ല, ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റ്സ് വരെ പറഞ്ഞു തോന്നുന്നു അല്ലെ? ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാ. ഓക്കെ, നോക്കാം. മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കുട്ടിയുടെ എൻ്റയർ ഡെവലപ്മെന്റിലും ഗ്രോത്തിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് എന്ത്? മൂവ്മെന്റ്സ്. അപ്പൊ നല്ല ഐ ഹാൻഡ് കോർഡിനേഷൻ ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ മെന്റൽ ഡെവലപ്മെന്റ് കൈവരിക്കുന്നതാണ്. അപ്പം മൂവ്മെന്റ്സും മെന്റൽ ഡെവലപ്മെന്റും എങ്ങനെയാണ് ഒരു കണക്ഷൻ? മൂവ്മെന്റ്സ് കൂടുതലുള്ള കുട്ടികളിൽ മെന്റൽ ഡെവലപ്മെന്റ് നേരത്തെ സംഭവിക്കും. സോ മൂവ്മെന്റ്സും മെന്റൽ ഡെവലപ്മെന്റും നമ്മൾ എന്താ പറയാ, ക്ലോസ്ലി കണക്റ്റഡ് ആണ്. ദെൻ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഹെൽത്തി മൈൻഡ് ഇൻ ഹെൽത്തി ബോഡി. നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമാണ് ആരോഗ്യമുള്ള മനസ്സ് ഉണ്ടാകുള്ളൂ. അപ്പോ നല്ല ഹെൽത്തി ആയിട്ടുള്ള മൈൻഡ്, ഹെൽത്തി ആയിട്ടുള്ള ശരീരത്തിൽ മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. നല്ല രീതിയിൽ മൂവ്മെന്റ്സ് ഒക്കെ ചെയ്യുന്ന കുട്ടികളിൽ ഹെൽത്തി മൈൻഡ് ആയിരിക്കും. സോ അത്യാവശ്യം നല്ല സ്പോർട്സിലും അതേപോലെ തന്നെ ഡാൻസിലും അങ്ങനെ ആർട്സ് അങ്ങനെ കാര്യങ്ങളിലൊക്കെ പെർഫോം ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് മെന്റൽ ഡെവലപ്മെന്റ് കൈവരിക്കും. അതേപോലെ ഡ്രോയിങ്, ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് ചെയ്യുന്നവരില് മെന്റൽ ഡെവലപ്മെന്റ് കുറച്ച് ഹൈ ആയിരിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സ്പിരിറ്റ് ആൻഡ് ഫ്ലെഷ് ആണ്. സ്പിരിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈൻഡ് ആണ്. നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മൈൻഡ് ആണ്. മൈൻഡ്. പിന്നെ ഫ്ലെഷ് എന്ന് ഉദ്ദേശിക്കുന്നത് ബോഡിയാണ്. മൈൻഡ് ആൻഡ് ബോഡിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണ്? മൈൻഡ് ആൻഡ് ബോഡി. ഓക്കെ. സ്പിരിറ്റ് ആൻഡ് ഫ്ലെഷ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മൈൻഡ് ആൻഡ് ബോഡി എന്നാണ്. അക്കോർഡിംഗ് ടു മോണ്ടിസോറി, ഡ്യൂറിംഗ് ദ ഇൻഫന്റ് സ്റ്റേജ് ദ ചൈൽഡ് വാണ്ട് ടു ഡു മെനി തിങ്സ്. നമുക്കറിയാം, നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. എന്താ പറയാ, ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് കട്ടിലിൽ നിന്ന് പറക്കാൻ വേണ്ടിയിട്ട്, പക്ഷികളെ കണ്ടിട്ട് പറക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കൈ അടിച്ചിട്ട് വീണിട്ടുണ്ട്. താഴത്തേക്ക് വീഴും. ചെറുപ്പത്തിൽ ചെയ്തതാണ്. ആ സമയത്ത് എന്റെ മനസ്സ് വില്ലിങ്ങായിരുന്നു പറക്കാനായിട്ട്, പക്ഷെ എന്റെ ബോഡി വീക്കായിരുന്നു. എനിക്ക് പറക്കാൻ പറ്റിയില്ല. പിന്നെ മനസ്സിലായിട്ട് പറക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് എനിക്ക് താഴെ ഇവിടെ ആയിട്ട് 2 സ്റ്റിച്ച് ഇടുന്നതാണ്. വലിയ കട്ടിലിന്റെ മുകളിൽ നിന്ന് ചാടിയത്. സോ ആ ഒരു പ്രശ്നം വരും. നമ്മളെ ചെറുപ്പത്തിലെ കുട്ടികളിൽ മനസ്സ് വില്ലിങ് ആയിരിക്കും. ചിലപ്പോൾ അവർക്ക് തലകുത്തി മറിയാനായിട്ട് ആഗ്രഹം ഉണ്ടാകും, നടക്കാനായിട്ട് ഭയങ്കര സ്പീഡിൽ നടക്കണം, ഓടണമൊക്കെ ആഗ്രഹം ഉണ്ടാകും. പക്ഷെ അവർക്ക് അത് ചെയ്യാനായിട്ട് ഒരു ബോഡി വില്ലിങ് ആണോ? ഇല്ല. കാരണം അവരുടെ കോർഡിനേഷൻ പ്രോപ്പർ ആയിട്ടില്ല. ബ്രെയിൻ കോർഡിനേഷൻ അല്ലെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാറില്ല. സോ ഇൻഫന്റ് സ്റ്റേജിൽ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അവരുടെ മനസ്സ് വില്ലിങ് ആണ്, പക്ഷെ അവർക്ക് അത് ചെയ്യാനുള്ള പവർ ഇല്ല. It is like the spirit is willing but the flesh is weak. ഈ സമയത്ത് സ്പിരിറ്റ് മനസ്സ് വില്ലിങ് ആണ്, പക്ഷെ ഫ്ലെഷ് ബോഡി വീക്ക് ആണ്. എനിക്ക് ഒരു വയസ്സിന് മുമ്പ് ഒരു കുട്ടിക്ക് ഓടി കളിക്കണം അല്ലെങ്കിൽ ഓടി നടക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പറ്റില്ല. കാരണം എന്താണ്? ആ സമയത്ത് അവന്റെ മനസ്സ് ഓക്കെ ആണ്, വില്ലിങ് ആണ്, പക്ഷെ അവന്റെ ബോഡി വീക്ക് ആണ്. The flesh stands for almost absolute complexity of the voluntary muscles with which we endure. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫ്ലെഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിനെയാണ്, നമ്മുടെ ബോഡിയിലുള്ള ഫുൾ ആയിട്ടുള്ള വോളണ്ടറി ആയിട്ടുള്ള മസിൽസിന്റെ മൂവ്മെന്റ്സിനെയാണ് ഫ്ലെഷ് എന്ന് ഉദ്ദേശിക്കുന്നത്. There are materials out of
which child will have a create his instruments. അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ കുട്ടികള് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് വില്ലിങ് ആവും. നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് നമ്മളുടെ മെറ്റീരിയൽസ്, മോണ്ടിസോറി മെറ്റീരിയൽസ് എന്ത് ചെയ്യും, ഇൻട്രൊഡ്യൂസ് ചെയ്യും. The child at the birth, lack of coordination because the development of nervous system is insufficient. നമുക്കറിയാം ബാക്കി മൃഗങ്ങളൊക്കെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിനെ ഒഴികെ ബാക്കി എല്ലാ ജീവജാലങ്ങളും നമ്മൾ എന്താ പറയാ, അവർ ജനിക്കുമ്പോൾ തന്നെ നടക്കില്ലേ. ഇപ്പൊ പശുവാണെന്ന് വിചാരിക്കുക, അവർ ജനിച്ച ഉടനെ ഒരു എന്താ പറയാ ഒരു 10-15 മിനിറ്റിനുള്ളിൽ ആ കുട്ടികൾ നിൽക്കില്ലേ, എഴുന്നേറ്റ് നിൽക്കില്ലേ, പക്ഷേ നമ്മുടെ മനുഷ്യക്കുഞ്ഞിന് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ എത്ര ടൈം വേണം? ഒന്ന് ഹോൾഡ് ചെയ്ത് അവനെ പിടിച്ചൊന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ എത്ര ടൈം വേണം? 1 വയസ്സെങ്കിലും ആവണം. മിനിമം 1 വയസ്സെങ്കിലും ആവണം. മിനിമം 1 വയസ്സെങ്കിലും ആവണം. എന്നാലാണ് ഒരു ബ്രെയിൻ ഒന്ന് പ്രോപ്പർ ആയിട്ട്, ഫുൾ ഡെവലപ്മെന്റ് എന്നല്ല, ഒരു പ്രോപ്പർ ആയിട്ട് ഡെവലപ്മെന്റ് ആയാലേ മാത്രം, ബ്രെയിൻ കോർഡിനേഷൻ ഓക്കെ ആയാൽ മാത്രമേ അവൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഴുന്നേറ്റൊന്നും നിൽക്കാൻ പറ്റുള്ളൂ. അതിന് 1 ഇയർ ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് അറ്റ് ബർത്ത് നമുക്ക് ആ ഒരു എന്തില്ല, ബ്രെയിനിന്റെ കോർഡിനേഷൻ നമുക്ക് കുറവാണ്, നമ്മുടെ ഹ്യൂമൻ ബീങ്സിന് കുറവാണ്. പിന്നീടാണ് ഈ നെർവസ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ കോർഡിനേഷൻ കിട്ടുന്നത്. The child at the birth lack of coordination because the development of his nervous system is insufficient. നമുക്ക് at birth എങ്ങനെയാണ് കോർഡിനേഷന്റെ കുറവുകൊണ്ട് നമുക്ക് എന്തില്ല, നമ്മുടെ നെർവസ് സിസ്റ്റം അത് ഇൻസഫിഷ്യന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് കോർഡിനേഷൻ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ. എന്തോ ശരിക്കും ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ട്. 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, ഇനി ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറയണോ കേട്ടോ സൗണ്ടിന്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, നമുക്ക് അറ്റ് ബർത്ത് എന്താണ്, ലാക്ക് ഓഫ് കോർഡിനേഷൻ ആണ്. പിന്നീട് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റിലൂടെയാണ് നമുക്ക് ഈ കോർഡിനേഷൻ കൈവരിക്കുന്നത്. The child at the birth lack of coordination because the development of his nervous system is insufficient. എന്തുകൊണ്ടാണ് നമുക്ക് ആ കോർഡിനേഷൻ ഇല്ലാത്ത, നമ്മുടെ നെർവസ് സിസ്റ്റം ഇൻസഫിഷ്യന്റ് ആയതുകൊണ്ടാണ് നമുക്ക് ആ കോർഡിനേഷൻ ഇല്ലാത്തത്. He required to practice to develop his nervous system. നമ്മൾ നെർവസ് സിസ്റ്റം പ്രാക്ടീസിലൂടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു കുട്ടി ഒന്ന് ഹോൾഡ് ചെയ്യണം, ഒന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ അവൻ എത്ര പ്രാവശ്യം ആ നിൽക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും, എത്ര പ്രാവശ്യം അവനൊക്കെ വീണ് പോയിട്ടുണ്ടാവും. നിൽക്കാനായിട്ട് ശ്രമിക്കും, പെട്ടെന്ന് അങ്ങോട്ട് വീണ് പോകും. അത് ഹോൾഡ് ചെയ്ത് നിൽക്കാനായിട്ട് എന്തോരം ടൈം എടുത്തിട്ട് അവൻ പ്രാക്ടീസിലൂടെ അല്ലേ കൈവരിക്കുന്നത് അല്ലേ? കുഞ്ഞു കുട്ടികളുള്ള വീട്ടിൽ അവർക്ക് അറിയാൻ പറ്റും, കുട്ടി ഒന്ന് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാലൊന്ന് പെട്ടെന്ന് വീഴും. ആദ്യം നിൽക്കും, വീഴും, വീണ്ടും നിൽക്കും, വീഴും. പിന്നീട് അങ്ങനെ പ്രാക്ടീസിലൂടെയാണ് അവൻ എന്ത് ചെയ്യുന്നത്, ബാലൻസ് കിട്ടുന്നത് അല്ലെ? ബാലൻസ് കിട്ടി കുറച്ച് നാളും കൂടി കഴിഞ്ഞിട്ടാണ് അവൻ ഒരടി എടുത്ത് വെക്കുന്നത്. ചിലപ്പോ അപ്പൊ തന്നെ വീണ് പോകും, വീണ്ടും അവൻ എഴുന്നേറ്റ് നിന്ന് വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുന്നു. അങ്ങനെ പ്രാക്ടീസിലൂടെയാണ് അവൻ എന്ത് ചെയ്യുന്നത്, ഈ മൂവ്മെന്റ്സ് പോസിബിൾ ആക്കുന്നത്. ഇറ്റ് ഈസ് ദ സൈക്കിക് ഡെവലപ്മെന്റ് വിച്ച് ക്രിയേറ്റ് മൂവ്മെന്റ്സ്. അതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ ആണല്ലോ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസും മൂവ്മെന്റ്സിനെയും കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ സൈക്കിക് ഡെവലപ്മെന്റ് ആണ്, നമ്മുടെ മൈൻഡിന്റെ ഡെവലപ്മെന്റ് ആണ് മൂവ്മെന്റ്സ് പോസിബിൾ ആക്കുന്നത്. നമ്മുടെ മൈൻഡിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മൂവ്മെന്റ്സ് പോസിബിൾ ആക്കുന്നത്. അപ്പൊ മൂവ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, മൂവ്മെന്റ്സും നമ്മളുടെ എന്താണ്, നമ്മുടെ ബോഡിയും തമ്മിൽ ക്ലോസ്ലി കണക്റ്റഡ് ഉണ്ട്. മൂവ്മെന്റ്സും നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റും തമ്മിൽ ക്ലോസ്ലി കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അവൻ അറ്റ് ബർത്ത് അവന് മൂവ്മെന്റ്സ് പോസിബിൾ അല്ല. എന്തുകൊണ്ടാണ്, അവന്റെ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെന്റ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ് അവന് അറ്റ് ബർത്ത് പോസിബിൾ അല്ലാത്ത മൂവ്മെന്റ്സ് പോസിബിൾ അല്ലാത്തത്. പിന്നെ ത്രൂ പ്രാക്ടീസിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്, മൂവ്മെന്റ്സ് പോസിബിൾ ആക്കുന്നത്. നെർവസ് സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റിലൂടെയും പ്രാക്ടീസിലൂടെയുമാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത്, മൂവ്മെന്റ്സ് പോസിബിൾ ആക്കുന്നത്. അപ്പൊ സൈക്കിക് ഡെവലപ്മെന്റ് ആണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, മൂവ്മെന്റ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മൾ മൂവ്മെന്റ്സും മെന്റൽ അസിമിലേഷനും ആണ് നോക്കുന്നത്. എന്താണ് മൂവ്മെന്റ്സ്, എന്താണ് മെന്റൽ അസിമിലേഷൻ എന്താണെന്നാണ് നമ്മൾ ഇങ്ങനെ നോക്കുന്നത് കേട്ടോ.
അസിമിലേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അഡോപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ, അബ്സോർപ്ഷൻ എന്നുള്ള മീനിങ്ങും കൂടി യൂസ് ചെയ്യാം. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? അസിമിലേഷന് മറ്റുള്ള മീനിങ്ങുകളാണ്. അബ്സോർപ്ഷൻ, മെന്റൽ അബ്സോർപ്ഷൻ, മൂവ്മെന്റ്സിലൂടെയാണ് നമ്മുടെ മൈൻഡിന്റെ അബ്സോർപ്ഷൻ എന്താവുന്നത്, പോസിബിൾ ആകുന്നത്. പിന്നെ അതേപോലെ തന്നെ അഡാപ്റ്റ് ആകുന്നത്, നമുക്ക് മൂവ്മെന്റ്സ് ത്രൂ മൂവ്മെന്റ്സിലൂടെയാണ് ഒരു വ്യക്തി അഡാപ്റ്റ് ആകുന്നത്, അവര് മൂവ് ചെയ്യാൻ പറ്റുന്നത്. The child creates through movements. Mental assimilation create ചെയ്യുന്നത് അല്ലെങ്കിൽ മെന്റൽ അഡാപ്റ്റേഷൻ, അബ്സോർപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ത്രൂ മൂവ്മെന്റ്സിലൂടെയാണ്. കുട്ടികൾ ഇപ്പൊ നമ്മുടെ എൻവയോൺമെന്റിനെ മനസ്സിലാക്കുന്നത്, മണ്ണ് മനസ്സിലാക്കുന്നത്, അതൊക്കെ എങ്ങനെയാണ്? ത്രൂ മൂവ്മെന്റ്സിലൂടെയാണ്. കുട്ടികൾ എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് ഓരോന്നും എന്തെങ്കിലും എക്സ്പീരിയൻസിലൂടെ അവർ മനസ്സിലാക്കുകയാണ്. ആക്ച്വൽ ലേണിംഗ് ഇൻവോൾവ്സ് മൂവ്മെന്റ്സ്. ശരിയല്ലേ? കുട്ടികളെ എന്ത് കിട്ടിയാലും അവരെ പെട്ടെന്ന് കയ്യിൽ വെക്കാനോ നോക്കാനോ അങ്ങനെയൊക്കെയല്ല അവര് ശ്രമിക്കുന്നത്. മൂവ്മെന്റ്സിലൂടെയാണ് അവൻ ഓരോ കാര്യങ്ങളും, ചെറിയ ചെറിയ കാര്യങ്ങളായാൽ പോലും അതെന്ത് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്. ഹിസ് ആക്ച്വൽ ലേണിംഗ് ഇൻവോൾവ്സ് മൂവ്മെന്റ്സ്. അവന്റെ ആക്ച്വൽ ലേണിംഗിൽ മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹിസ് മെന്റൽ പവർ ബൈ സെർച്ചിങ് ഔട്ട് സെൻസേഷൻ ആൻഡ് മൂവ്മെന്റ്സ്. അവന്റെ മെന്റൽ പവറിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് സെർച്ചിങ്ങും, അതേ ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്യുക, സെൻസ് ചെയ്യുക, ഓരോ മൂവ്മെന്റ്സും അവനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ മൂവ്മെന്റ്സ് ആൻഡ് ഡിസ്കവറി ആണ്. മൂവ്മെന്റ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കവർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, മൂവ്മെന്റ്സ് ക്രിയേറ്റ് കോൺസെൻട്രേഷൻ. മൂവ്മെന്റ്സ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? കോൺസെൻട്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മൂവ്മെന്റ്സ് റിപ്പീറ്റേഷൻ, ഡിസ്കവറി. നമ്മുടെ മൂവ്മെന്റ്സ് ഇപ്പൊ നിങ്ങൾ പിങ്ക് ടവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഓക്കെ. ആ പിങ്ക് ടവർ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാനായിട്ട് പറ്റും. അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, അതേപോലെ തന്നെ അവർക്കത് എങ്ങനെ ബിൽഡ് ചെയ്യണം, കൗണ്ട് ചെയ്യാനായിട്ട് പഠിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ അത് ചെയ്യുന്നതിലൂടെ ഒരുപാട് ഡിസ്കവറീസ് നമുക്ക് കിട്ടുന്നുണ്ട്. മൂവ്മെന്റ്സ് റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കവറി ചെയ്യുന്നുണ്ട്. സഡൻ ഇലൂമിനേഷൻ, പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് നമ്മൾ പറയില്ലേ ഒരു എന്താ പറയാ ഒരു വെളിച്ചം, ഒരു പ്രകാശം എത്തുന്നുണ്ട്. പിന്നെ മോണ്ടിസോറി എക്സ്പ്ലോഷൻ, പിന്നെ സംഭവിക്കുന്നതാണ് മോണ്ടിസോറി എക്സ്പ്ലോഷൻ ആണ്. ഇങ്ങനെ നമ്മുടെ മെറ്റീരിയൽസ് ഇപ്പോ നമ്മള് കുട്ടികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും മോണ്ടിസോറി മെറ്റീരിയൽസ് ചിലപ്പോൾ നമ്മൾ പഠിച്ച രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചർ പഠിപ്പിച്ച രീതിയിലായിരിക്കില്ല കുട്ടികൾ അത് യൂസ് ചെയ്യുന്നത്. ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാളും അത്രയും അതിനേക്കാളും മറ്റ് ഒരുപാട് രീതിയിൽ വെച്ചാൽ വെറൈറ്റി ആയിട്ട് ഓരോ കുട്ടികളും ഓരോ മെറ്റീരിയൽസും ഹാൻഡിൽ ചെയ്യുന്നത് നമ്മളത് ഒബ്സർവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പുതിയ പുതിയ കാര്യങ്ങൾ അവിടെ നിന്ന് ഡിസ്കവർ ചെയ്യാണ്. നമ്മൾ പഴയ ഒരു സ്ട്രക്ചർ പഠിച്ചു വന്നു, അതിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ഒക്കെ സെയിം ആണ്. എന്നാലും നമ്മളിപ്പോ ഓർഡർ ഒക്കെ എങ്ങനെയായിരിക്കും ചോദ്യങ്ങളായിരിക്കും. പക്ഷെ കുട്ടികൾ ഓരോന്നും ഡിസ്കവർ ചെയ്യുന്നത് വളരെ എന്താ പറയാ വേറെ ഒരു ടൈംസിലായിരിക്കും. അവര് ഇപ്പൊ പിങ്ക് ടവർ ആണെന്ന് വിചാരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ കാണിച്ചു തരാം, രജിസ്ട്രേഷൻ വരുമ്പോൾ കാണിച്ചു തരാം. ഈ പിങ്ക് ടവർ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് ഒരു കുട്ടി ചെയ്താണ്. 2 ടവറുകൾ വെച്ചിട്ട് എന്ത് ചെയ്തു, മുകളിലേക്ക് അറേഞ്ച് ചെയ്തിട്ട് ചില നേരെ അറേഞ്ച് ചെയ്യാണ്ട്, നേരെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോകാണ്ട് സെപ്പറേറ്റ് ചെയ്ത് വിടിച്ച് അറേഞ്ച് ചെയ്യുന്നു. അതനുസരിച്ച് നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പൊ ഓരോ മെറ്റീരിയൽസും ഓരോ കാര്യങ്ങളുടെ ഡിസ്കവറിയാണ്, പുതിയ പുതിയ കാര്യങ്ങളുടെ ഡിസ്കവറി ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. മൂവ്മെന്റ്സ് ആൻഡ് ഡിസ്കവറി എന്നാണ് പറഞ്ഞത്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കവർ ചെയ്യുന്നത്? മൂവ്മെന്റ്സ് ആൻഡ് കോൺസെൻട്രേഷൻ നമ്മൾ പറഞ്ഞു. നല്ല സ്പോർട്സിലൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക്, മൂവ്മെന്റ്സ് കൂടുതലുള്ളവർ അല്ലെങ്കിൽ ഡാൻസ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് നല്ല കോൺസെൻട്രേഷൻ പവർ ഉണ്ടാവും. കാരണം അവർക്ക് ഐ ഹാൻഡ് കോർഡിനേഷൻ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ പറയാ, കൈ എത്തുന്നിടത്ത് മനസ്സെത്തണമെന്നോ കണ്ണെത്തണമെന്നോ അങ്ങനെ എന്തോ പറയൂലേ ഡാൻസിന്റെ കാര്യത്തില്? ആരും ഉണ്ടായിരുന്നില്ല ഡാൻസർ? ഓക്കെ. അപ്പൊ അങ്ങനെ മൂവ്മെന്റ്സ് നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യണം. അങ്ങനെ കോർഡിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്താണ്, കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ആവും. അക്കോർഡിംഗ് ടു മോണ്ടിസോറി, മെനി സ്കൂൾ യൂസ് വെറൈറ്റി ഓഫ് വേസ് സച്ച് ആസ് വിഷ്വൽ എയ്ഡ്, സ്റ്റോറി, the capabilities of the teacher's manner. നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ വിഷ്വൽ എയ്ഡ് യൂസ് ചെയ്യാറുണ്ട്, അതേപോലെ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ
ടീച്ചേഴ്സ് പല രീതിയിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾ ആൽഫബറ്റ്സ് ആണ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പോവാൻ ട്രെയിനിങ്ങിന് വേണ്ടി പോവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആൽഫബറ്റ്സ് ABCD അങ്ങനെ ആൽഫബറ്റ്സ് എഴുതി പോണേക്കാളും നല്ലത് ആൽഫബറ്റ്സ് കാർഡ്, സാൻഡ് പേപ്പർ കാർഡ് പ്രിപ്പയർ ചെയ്തോ? Yes, teacher. ഓക്കെ, സാൻഡ് പേപ്പർ കാർഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടച്ച് ചെയ്ത് നോക്കിയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും ഇല്ലേ? നമ്മുടെ ഹാൻഡ് മൂവ്മെന്റ്സിലൂടെ സാൻഡ് പേപ്പറിലൂടെ ടച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്കത് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ കൂടുതലായിട്ട് കുട്ടിക്ക് കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, അവൻ കാണുന്നുണ്ട് കാര്യങ്ങള്, അത് അവൻ ടച്ച് ചെയ്യുന്നുണ്ട്, അവന് കൂടുതൽ കാര്യങ്ങൾ മൂവ്മെന്റ്സിലൂടെയാണ് പോസിബിൾ ആകുന്നത്. Obtain attention and concentration of the children. Montessori believed that for concentration to come, children must be engaged with material, always with material, never without material. കുട്ടികള് കോൺസെൻട്രേഷൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും മെറ്റീരിയൽസ് ആയിട്ട് എൻഗേജ്ഡ് ആയിരിക്കണം. മെറ്റീരിയൽസ് ആയിട്ട് എൻഗേജ്ഡ് ആവാത്ത കുട്ടികൾ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. കാരണം അവർക്ക് ലെക്ചർ ക്ലാസ്സിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു പ്രിഫറബിൾ ആയിട്ടുള്ളതാണ് ഇവിടെ മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അവർക്ക് ക്ലാസ് എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി അത് പ്രിഫറബിൾ ആണ്. This materials must be an object which does not interest in abstract manner, but it must lead itself for positive activity. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അതേ രീതിയിൽ തന്നെ അവർ ചെയ്യണമെന്ന് നിർബന്ധം പറയാൻ പാടില്ല. പക്ഷെ അത് അവരുടെ ഇഷ്ടത്തിന് വിട്ടോട്ടെ. കാരണം ആ കുട്ടി ആ കാര്യം വീണ്ടും വീണ്ടും ചെയ്ത് അത് ഫിനിഷ് ആവാനായിട്ട് അവരുടെ ഒരു എന്താ പറയാ അവരുടെ ഫ്രീഡത്തിന് നമ്മളത് വരുന്നു. നമ്മൾ പറഞ്ഞു നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്നൊക്കെ പറഞ്ഞു. കുട്ടികളുടേതായ ഫ്രീഡം നമ്മൾ കൊടുക്കുന്നതിലൂടെ അവർക്ക് എന്തോ കിട്ടുന്നുണ്ട്, അവർക്കൊരു കാര്യം ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ അവരുടെ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. സോ which the child is lead to repeat the movements again and again. പിൻകവർ ആണെങ്കിൽ ഒരു കുട്ടിയെ പിൻകവർ അത് എന്തായി പോയി ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോയി, വീണ്ടും അത് പ്രിപ്പയർ ചെയ്യും, വീണ്ടും ചെയ്യും, ശരിയാവുന്നത് വരെയും ചെയ്യും. ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലോ അവർക്ക് വേറെ മെത്തേഡിൽ ചെയ്യാനായിട്ട് കുഞ്ഞു കുട്ടികളെ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് ആയിരിക്കും അവർക്ക്. അതുകൊണ്ട് അവർ കുറച്ചും കൂടി നല്ല രീതിയിൽ എന്ത് ചെയ്യും ചെയ്യാനായിട്ട് തുടങ്ങും. 1 minute കേട്ടോ. ഓക്കെ കേട്ടോ, നോക്കി. അപ്പൊ നമ്മള് ഡിസ്കവറിയുടെ കാര്യം, കോൺസെൻട്രേഷന്റെ കാര്യം പറയുന്നത്, നമ്മളൊരു കാര്യം വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് കോൺസെൻട്രേഷൻ കൂടില്ലേ? നിങ്ങളായാലും ആലോചിച്ച് നോക്കിയേ. ആദ്യം ചിലപ്പോൾ എന്തെങ്കിലും മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞപ്പോൾ ചിലപ്പോ അതത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ബട്ട് പിന്നീട് നമ്മളത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ കോൺസെൻട്രേഷൻ കിട്ടും. ഞാൻ പറയാം, എഗെയിൻ ആൻഡ് എഗെയിൻ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആവും അല്ലെ? She further remarked that these movements must have an intellectual atmosphere. അപ്പൊ മരിയ മോണ്ടിസോറി കുട്ടികളിൽ നടത്തുന്ന ഒബ്സർവേഷനിൽ നിന്ന് ഡിസ്കവർ ചെയ്തൊരു കാര്യമാണ്, ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് അവർ ഓരോ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുന്നതിലൂടെ അവർക്ക് ഇന്റലക്ച്വൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അവരുടെ എന്താ പറയുക വിജ്ഞാനം അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ബുദ്ധി വികാസത്തിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി മൂവ്മെന്റ്സ് റിപ്പീറ്റേഷൻ ഡിസ്കവറി. ഒരു കുട്ടി ത്രൂ മൂവ്മെന്റ്സിലൂടെ അവൻ റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കവർ ചെയ്യുന്നുണ്ട്. അവൻ ആദ്യം ആ ഒരു മൂവ്മെന്റ്സ് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടാവുള്ളൂ, പിന്നീട് അവൻ ആ ഒരു ഇഷ്ടത്തോടു കൂടി ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോ നിങ്ങൾ ഇനി പ്രാക്ടിക്കലൊക്കെ കഴിഞ്ഞ് ഈ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് പ്രാക്ടിക്കലിനൊക്കെ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു മെറ്റീരിയൽ ഒരു കുട്ടീനെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ആ കുട്ടിക്ക് ആ ഒരു മെറ്റീരിയൽ ഇഷ്ടമാണെങ്കിൽ അവൻ അത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് അവൻ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങും, ആ ഒരു മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അവൻ ആ ഒരു മെറ്റീരിയൽ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റുന്ന കാര്യം അവൻ ആ മെറ്റീരിയൽ ഇഷ്ടമായി, ആ ഒരു മെറ്റീരിയൽ ചെയ്യുന്നതിൽ അവന് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ഉണ്ട്. Montessori believed that even when a child Montessori believed that even when a child has been taught
and he understands what he has learned, it's an important that the child must go repeating the same exercise again for shelter of love it. നമ്മൾ ഒരു ആക്ടിവിറ്റി മനസ്സിലായി, ഞാൻ മോണ്ടിസോറി മെറ്റീരിയൽ ഒരെണ്ണം നിങ്ങളുടെ ക്ലാസ്സിൽ എന്ത് ചെയ്തു, പ്രാക്ടിക്കലി ലൈവായിട്ട് നമ്മൾ റെക്കോർഡ് എന്താ പറയാ ഓൺലൈൻ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തു. അതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എപ്പോഴാണെന്നറിയോ, ആ മെറ്റീരിയലിനെ കുറിച്ചിട്ട്. ആ മെറ്റീരിയൽ നിങ്ങൾ സ്വന്തമായിട്ട് അത് ചെയ്യുമ്പോഴായിരിക്കും ആ മെറ്റീരിയൽസിനെ കുറിച്ച് നിങ്ങൾക്കത് മനസ്സിലാകുന്നത്, കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്, അക്യൂർ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പ്രസന്റ് ചെയ്യുമ്പോൾ എന്റെ പരിമിതികളിൽ നിന്നുകൊണ്ടായിരിക്കും ഞാനത് പറയുന്നത്. എനിക്ക് ക്യാമറയും ഈ ഒരു സിസ്റ്റത്തിൽ നിന്നിട്ട് എങ്ങനെ നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണിച്ചു തരണം എന്നുള്ള ടാസ്ക് മാത്രമേ എനിക്ക് ഉണ്ടാവുള്ളൂ. എനിക്ക് എന്റെ ഒരു ക്ലിയർ ആയിട്ട് മനസ്സിലാകണം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു മെറ്റീരിയൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ പ്രാക്ടിക്കൽ സെഷനൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ടൊരു തോന്നൽ തന്നെ തോന്നും. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽസ് കിട്ടാന്ന് വിചാരിക്കും, കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ പ്രാക്ടിക്കൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ആ ടൈമിൽ നിങ്ങൾ ഒരു മെറ്റീരിയൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ മെറ്റീരിയൽ വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് തോന്നും. മോണ്ടിസോറി മെറ്റീരിയൽസ് എല്ലാം ഡിസൈൻ ചെയ്തിട്ട് അങ്ങനെയാണ്. നിങ്ങൾ അപ്പാരറ്റിക്സ് റെക്കോർഡ് കംപ്ലീറ്റ് ആയോ? നോ ടീച്ചർ. ഫോർത്ത് അല്ലേ പറയുന്ന ടീച്ചർ? ഫോർത്ത് ഇല്ല, തേർഡ് വരെ കഴിഞ്ഞുള്ളൂ. ഓക്കെ, ഫിഫ്ത്ത് റെക്കോർഡാണ് അപ്പാരറ്റിക്സ് റെക്കോർഡ്. അപ്പാരറ്റിക്സ് റെക്കോർഡിൽ നമ്മൾ ഒരുപാട് മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞോളാം ക്ലാസ് ആ ടൈം ആവുമ്പോൾ പറയാം. അപ്പൊ നമ്മളൊരു മെറ്റീരിയൽ കാണുമ്പോൾ അത് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ടൊരു പ്രേരണ തോന്നും. മോണ്ടിസോറി മെറ്റീരിയൽസ് എല്ലാം അതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളർഫുൾ ആയിട്ടാണ് നമ്മുടെ മെറ്റീരിയൽസ് എന്തെങ്കിലും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. It is like being introduced to a person and staying with him and enjoying the time spent with him. നമ്മളൊരു കുട്ടിക്ക് ഒരു മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ മെറ്റീരിയലിനോടൊപ്പം നിൽക്കാനും അതേപോലെ അത് എൻജോയ് ചെയ്യാനും അതിനോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനും കുട്ടികളിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ നമുക്ക് ചില കുട്ടികൾ കളിപ്പാട്ടൊക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാളത് കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് കളയും, ഒരു വീഴ്ച പോകും. പക്ഷെ മോണ്ടിസോറി മെറ്റീരിയൽസിന് ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ അവർ ആ മെറ്റീരിയൽസ് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. വീണ്ടും വീണ്ടും അത് റിപ്പീറ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ മെറ്റീരിയൽസ് വീണ്ടും യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ദെൻ സഡൻ ഇലൂമിനേഷൻസ് ആണ്. നമ്മളൊരു ആക്ടിവിറ്റി വീണ്ടും റിപ്പീറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് മെന്റൽ ഡെവലപ്മെന്റ് പോസിബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് സഡൻ പെട്ടെന്ന് മെന്റൽ ഇലൂമിനേഷൻസ് സംഭവിക്കും. ഇപ്പൊ പിങ്ക് ടവർ ആണെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമേ നിങ്ങൾ പിങ്ക് ടവർ ബിൽഡ് ചെയ്യാനായിട്ടുള്ളൂ. പക്ഷെ ഒരുപാട് രീതിയിൽ പിങ്ക് ടവർ ബിൽഡ് ചെയ്യാൻ പറ്റും. കുട്ടികൾ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉള്ള കുട്ടികളാണ് നമ്മളെക്കാൾ. ഭയങ്കര ക്രിയേറ്റീവ് തിങ്ക് ചെയ്തിട്ട് അവർ ചെയ്യും. അപ്പൊ അവർ അവരുടേതായ രീതിയിൽ ഓരോന്നും ചെയ്യും. മെന്റൽ ഇലൂമിനേഷൻസ്, പ്രകാശം വരുന്നു എന്നുള്ള പുതിയ തിങ്കിങ് അല്ലെങ്കിൽ ന്യൂ കൺസെപ്റ്റിൽ അവർ വരുന്നു എന്നുള്ളൊരു മീനിങ് ആണ് മെന്റൽ ഇലൂമിനേഷൻ എന്നുള്ളത്. ഇലൂമിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളം മീനിങ് പ്രകാശമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു മെറ്റീരിയൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു പ്രകാശം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന കുറെ എന്താ പറയുക ഗുഡ് ക്വാളിറ്റീസ് കുട്ടിയിലേക്ക് എത്തുന്നു. അതുവഴി കുട്ടിയുടെ മെന്റൽ ഡെവലപ്മെന്റ് പോസിബിൾ ആകുന്നു. ഓക്കെ, why is important to repeat the same exercise again and again? This is absolute important for mental development. നമ്മളൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് എന്താ കാരണം? അത് എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ മെന്റൽ ഡെവലപ്മെന്റ് ആണ്. ബിക്കോസ് ഇറ്റ് ആഫ്റ്റർ മച്ച് റെക്കറൻസ് സഡൻലി കംസ് എ മെന്റൽ ഇലൂമിനേഷൻ. പെട്ടെന്നായിരിക്കും നമ്മുടെ തലയിൽ നിന്ന് പറയില്ല, എന്റെ തലയിൽ ബൾബ് കത്തി, എനിക്ക് ഐഡിയ കിട്ടി, അങ്ങനെ പറയില്ലേ? യെസ് ടീച്ചർ, ചിലവര് പറയും ട്യൂബ് ലൈറ്റ് ആണ് എന്ന്. കാരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവാതെ ഉള്ളവരെ ട്യൂബ് ലൈറ്റ് എന്നൊക്കെ പറയാറില്ല. അതെ, ഇത് ട്യൂബ് ലൈറ്റ് അല്ല. പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യും. അവർക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ആക്ടിവിറ്റീസ് ചെയ്യാനും പറ്റും. പെട്ടെന്ന് സഡൻ ഇലൂമിനേഷൻസ് അവർക്ക് എന്തായിരിക്കും കൂടുതലായിരിക്കും. പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും? നമ്മളുടെ കുട്ടികൾക്ക് മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് പറ്റും. മോണ്ടിസോറി എക്സ്പ്ലോഷർ ആണ്. Montessori states that the outward evidence of his inborn mental growth reveals itself with almost explosive violence. She said that the experiences are common that they are called with this Montessori explosion. Example of such explosions are reading and writing. Simple ആയിട്ട് പറഞ്ഞാൽ
മോണ്ടിസോറി എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മോണ്ടിസോറിയില് കുട്ടികളെ എന്ത് ചെയ്തില്ല പെന്നൊക്കെ ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ പെൻസിൽ വെച്ച് അവരെ നമ്മൾ നിർബന്ധിച്ച് കൈ പിടിച്ച് എഴുതിപ്പിക്കുക അങ്ങനെ ഒന്നുമില്ല. നമ്മൾ അതിന് പകരം യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? പ്രീ റൈറ്റിംഗ് ബോർഡ്സ്. നമ്മൾ ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് യൂസ് ചെയ്തിട്ടില്ലേ കുട്ടികളെ കൊണ്ട് എഴുതിക്കും ഓരോ കാര്യങ്ങളെ. റൈറ്റിംഗ് സ്കിൽസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. കാണുന്നില്ലല്ലോ ടീച്ചർ. ഇതല്ല പ്രീ റൈറ്റിംഗ് ബോർഡ്സ്. ഇതിന്റെ റേഞ്ചിന് എന്ത് പ്രശ്നം തോന്നുന്നുണ്ട് കേട്ടോ. മോണ്ടിസോറിൽ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആണ്. അപ്പൊ കുട്ടികൾക്ക് ഇങ്ങനെയാണ് പെണ്ണുണ്ട് അവരുടെ കയ്യില്, അല്ലെങ്കിൽ ഈ പെണ്ണുണ്ട്, ഈ പെൻ പോലത്തെ യൂസ് ചെയ്തിട്ട് അവർക്ക് അത് ഹോൾഡ് ചെയ്ത് എങ്ങനെ അത് കർവ് ചെയ്ത് വരയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ റൈറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് പഠിപ്പിക്കുകയാണ്. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവരെ എന്ത് ചെയ്യേണ്ട, കൈ കൊണ്ട് പിടിച്ച് എഴുതിപ്പിക്കേണ്ടതായിട്ട് വരില്ല. അവർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ തുടങ്ങും, സ്വന്തമായിട്ട് തന്നെ അവർ റൈറ്റിങ്ങും ഒക്കെ പഠിച്ചു തുടങ്ങും. പിന്നെ അവർ നമ്മളോട് പറയും, നമ്മളോട് ഡിമാൻഡ് ചെയ്യും, അവർക്ക് എഴുതണം, അവർക്ക് അത് ചെയ്യണം എന്ന് നമ്മളോട് ഡിമാൻഡ് ചെയ്യും. അപ്പൊ നമുക്കത് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഈ പ്രീ റൈറ്റിംഗ് സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആണ്. ഈ ബോർഡ് വഴി ചിലപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ലാസ്റ്റ് ആ പോയിന്റിൽ എത്തുന്നു, വീണ്ടും തിരിച്ച്. അത് പ്രീ റൈറ്റിംഗ് ബോർഡ്സുകൾ യൂസ് ചെയ്യുന്നതിലൂടെ കുട്ടികളിൽ ആ റൈറ്റിംഗ് സ്കിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അവർ നമ്മളോട് ഡിമാൻഡ് ചെയ്യും, അവർക്ക് എഴുതണം, അവർക്ക് അക്ഷരങ്ങൾ എഴുതണം എന്നുള്ളതൊക്കെ അവർ നമ്മളോട് ഇങ്ങനെ ഡിമാൻഡ് ചെയ്യും. ഒരുപാട് ടൈപ്സ് ഓഫ് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഉണ്ട്, നമുക്കത് കാണിച്ചു തരാം. നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് അത് കാണിച്ചു തരാം. അപ്പം ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് യൂസ് ചെയ്ത് നമുക്ക് കുട്ടികളിൽ എന്താണ് റൈറ്റിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നെ എന്താണ് അവർ ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്യും, അവർക്ക് എഴുതണം എന്നുള്ളത് അവർ ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്യും. നമ്മളിങ്ങനെ കൈയൊന്നും പിടിച്ച് എഴുതേണ്ടതായിട്ട് വരില്ല. അവർ ഹോൾഡ് ചെയ്യാൻ ഈ ഒരു ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യും. നമ്മൾ ഈ നമ്മൾ ചെറിയ മസിൽസിന്റെ ഒക്കെ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ഏത് പ്രീ റൈറ്റിംഗ് ബോർഡ്സ്. അപ്പൊ അത് മോണ്ടിസോറി എക്സ്പ്ലോഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മളുടെ ഇൻബോണ്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൊടുക്കുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതിലൂടെ കുട്ടികളിൽ അവരുടെ ഉൾപ്രേരണയാണ്, അവരുടെ ഉള്ളിൽ നിന്നുള്ളൊരു സ്ഫോടനാണ്. റൈറ്റിംഗ് തുടങ്ങുക, റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അവരുടെ ഉള്ളിൽ നിന്നുള്ളൊരു പ്രേരണ, അല്ലെങ്കിൽ അവർ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു പ്രേരണ അവർക്ക് തുടങ്ങും. അവർ റീഡിങ്ങും റൈറ്റിംഗും ഒക്കെ ഇതിലൂടെയാണ്, അവർ എക്സ്പ്ലോഷനിലൂടെയാണ് അവർ പഠിക്കുന്നത്. അവർ ഇങ്ങോട്ട് നമ്മളോട് ഡിമാൻഡ് ചെയ്യും, നമ്മളോട് ഇങ്ങോട്ട് അവർ ഡിമാൻഡ് ചെയ്യും, ഞങ്ങൾക്ക് പഠിക്കണം, ഞങ്ങൾക്ക് എഴുതണം എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, the materials as the gateway to new discoveries. And മോണ്ടിസോറി മെറ്റീരിയൽസ് ടൈം ടു ടൈം ചേഞ്ചസ് വരുന്നുണ്ട്. എന്നാലും ഈ മെറ്റീരിയൽസ് ഒരു ഗേറ്റ് വേ ആണ്, പുതിയ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാനുള്ള ഗേറ്റ് വേ ആണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പിങ്ക് നേരെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് അറിയാം, അതേപോലെ ഹൊറിസോണ്ടലി വെച്ച് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് അറിയാം. പക്ഷെ ഒരു കുട്ടി ബ്ലോക്സ് നീക്കി അവനത് കൺസ്ട്രക്ട് ചെയ്യണം. ആദ്യം 1 ബ്ലോക്ക്, ഞാൻ 2 ബ്ലോക്കുകൾ വെച്ചിട്ടുണ്ട്, അതിന് മേലായിട്ട് ഒരു ബ്ലോക്ക്, വീണ്ടും 2 ബ്ലോക്ക്, അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഇത് ഭയങ്കര നല്ല രസം ഇതൊക്കെ ചെയ്യണ കാണാനായിട്ട്. അപ്പൊ അവന് ആ ഒരു എന്താ പറയാ കൺസ്ട്രക്ഷൻ അല്ല, ആർക്കിടെക്ചർ സ്കില്ലാണ് അവൻ അവിടെ കാണിക്കുന്നത്. അത് ഇംപ്രൂവ് ചെയ്യാണ് അവന്റെ മെന്റൽ ഡെവലപ്മെന്റ് കോൺസെൻട്രേഷൻ ഉള്ളത് കൊണ്ടാണ് അവന്റെ കയ്യിലുള്ള മെറ്റീരിയൽ അവർ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്, യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്ത് നോക്കിയാണ് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നുള്ളതാണ്, കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു മെറ്റീരിയൽ ഒരു രീതി മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന, പുതിയ പുതിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കവർ ചെയ്യാനായിട്ട് പറ്റും. While the children are advised to use each of the materials in a particular way. നമ്മൾ കുട്ടികളോട് അഡ്വൈസ് ചെയ്യേണ്ട എന്താണ്, നമ്മൾ സാധാരണ ഇതിലൊക്കെ ഒരു പർട്ടിക്കുലർ വേയിൽ കാണിച്ചു കൊടുക്കാറുള്ളൂ. It is often explored by the children to new way to use the material. പിന്നെയാണ് അവർ പുതിയ വേയെ അവര് കണ്ടുപിടിച്ചോളും, കുട്ടികൾ തന്നെ കണ്ടുപിടിച്ചോളും. നിങ്ങൾക്ക് ഞാൻ മെറ്റീരിയൽസ് ലൈവ് ക്ലാസ് ഇവിടെ ഓൺലൈൻ ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ അന്ന് വരുമ്പോൾ വേറെ രീതിയിലായിരിക്കും ഈ മെറ്റീരിയൽസ് ഓരോന്നായിട്ട് എന്ത് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ പറയാം നിങ്ങളുടെ ഡിസ്കവറീസ് ആണ്, നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ട്.
നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാണ്. In this way, the children will lead to discover new facts and new relationship. അപ്പൊ ഇതുവഴി നമുക്ക് ന്യൂ ഫാക്ട്സുകളും ന്യൂ റിലേഷൻഷിപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ന്യൂ ഐഡിയാസ്, ന്യൂ ഫാക്ട്സ്, ന്യൂ റിലേഷൻഷിപ്പ് ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ത്രൂ മൂവ്മെന്റ്സിലൂടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യുന്നുണ്ട്? കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. റിപ്പീറ്റേഷനിലൂടെ ന്യൂ ഡിസ്കവറീസ് വരുന്നുണ്ട്. സഡൻ ഇലൂമിനേഷൻസ് പറ്റുന്നുണ്ട്. മോണ്ടിസോറി എക്സ്പ്ലോഷൻസ് സംഭവിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയുന്ന പ്രീ റൈറ്റിംഗ് ബോർഡ്സ് തന്നെയാണ്. അത് എഴുതി വെക്കാം. പ്രീ റൈറ്റിംഗ് ബോർഡ്സ് പ്രാക്ടീസ് ചെയ്യിക്കുന്നതിലൂടെ കുട്ടികളിൽ എന്താണ് റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അത് മെറ്റീരിയൽസ് അറ്റ് ദ ഗേറ്റ് വേ ടു ന്യൂ ഡിസ്കവറി. പുതിയ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാനായിട്ടുള്ള ഒരു ഗേറ്റ് വേ ആണ്, ഒരു എന്താ പറയാ, ഒരു മാർഗ്ഗമാണ് എന്ത് നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. നമ്മൾ ആ മോണ്ടിസോറി മെറ്റീരിയൽസ് ഇപ്പൊ ഞങ്ങൾ പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധിക്കാനൊന്നും പാടില്ല. ആ മെറ്റീരിയൽസ് അവരുടെ ഇഷ്ടത്തിന് വിടാം. അവരുടേതായ ഐഡിയ, നമ്മളെക്കാളും ക്രിയേറ്റീവ് ഐഡിയാസ് ആണ് കുട്ടികൾക്കുള്ളത്. ഭയങ്കര ആക്റ്റീവാണ് അവരുടെ ബ്രെയിൻ. സോ അതുകൊണ്ട് അവരുടേതായ ഐഡിയാസിൽ അവർ പുതിയ കാര്യങ്ങൾ അതിൽ നിന്ന് എന്ത് ചെയ്തോട്ടെ, ഡിസ്കവർ ചെയ്തോട്ടെ. ഓക്കെ, ഇപ്പൊ ഞാൻ എടുത്ത പോർഷൻ ഇല്ലേ, അതൊന്നും റീഡ് ചെയ്ത് എല്ലാവരും. സൈലൻസ് എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, റീഡ് ചെയ്ത് നോക്കി എല്ലാവരും. Yes, teacher. ക്ലിയർ ആയോ മൂമെന്റ്സ്? Yes, teacher. ബാക്കിയുള്ളവർക്ക് ഷിമീറ, സിബി, ഫാത്തിമ, ഫർസാന, മഞ്ജുഷ ക്ലിയർ ആയോ? മൂവ്മെന്റ്സും മെന്റൽ ഡെവലപ്മെന്റും തമ്മിൽ എന്താണ് ക്ലോസ്ലി കണക്ഷൻ ഉണ്ട്. മൂവ്മെന്റ്സ് ത്രൂ മെന്റൽ ഡെവലപ്മെന്റ് പ്രോപ്പർ ആവണമെന്നുണ്ടെങ്കിൽ ത്രൂ മൂവ്മെന്റ്സിലൂടെയാണ് നമുക്ക് മെന്റൽ ഡെവലപ്മെന്റ് പ്രോപ്പർ ആവുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഡെവലപ്മെന്റ് അക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ പാർട്ട് 1 പോർഷൻസ് ഫുള്ളും കംപ്ലീറ്റ് അല്ലേ? ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന പോർഷൻ ഫുള്ളും കംപ്ലീറ്റ് ആണോ? Yes, teacher, അത് കംപ്ലീറ്റ് ആണ്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജിയോ? യെസ്, അതും കംപ്ലീറ്റ് ആണ് സർ. പാർട്ട് 4 മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റ്, അത് കംപ്ലീറ്റ് ആണോ? യെസ് മിസ്. കംപ്ലീറ്റ് ആണ്. 7th പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂസ് ഓഫ് വേരിയസ് കൈൻഡ്സ് എടുത്തിട്ടില്ല. 7th ചാപ്റ്റർ എടുത്തിട്ടില്ല മിസ്. 7th ചാപ്റ്റർ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. 7th ചാപ്റ്റർ അശ്വിനിന്റെ പോർഷൻ ആണ് തോന്നുന്നത് കേട്ടോ.
അതൊക്കെ. സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂമോ? അതെടുത്തായിരുന്നു. അതെടുത്തു. അത് രണ്ട് സെറ്റ് കംപ്ലീറ്റ് ആക്കിയോ? കംപ്ലീറ്റ് ആയി. ഓക്കെ. Then one minute കേട്ടോ. ഓക്കെ, നമ്മള് പാർട്ട് 3യിലേക്ക് വരുമ്പോൾ മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൽ ഏതൊക്കെ പോർഷൻ കംപ്ലീറ്റ് ആവാറുണ്ട്? പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് കംപ്ലീറ്റ് അല്ല. ജിഷ മിസ് ആണ് എടുക്കുന്നത്. പക്ഷെ ജിഷ മിസ് അത് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ്? ജിഷ മിസ് ആണ് എടുക്കുന്നത്. 4 ചാപ്റ്റർ എടുക്കാനുണ്ട്. 7, 8, 9, 10. 4 പാഠം ബാക്കിയുണ്ട്. മൂവ്മെന്റ്സിനാണല്ലോ 9th ഉം 10th ഉം. ഓക്കെ. ടെൻഡൻസീസ് 8th മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്, 9th ടെൻഡൻസീസ്, പിന്നെ മോണ്ടിസോറി ടൈംസ് ഉണ്ട് അല്ലെ? ഓക്കെ. ടെൻഡൻസീസ് ഓഫ് മാനും മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് മിസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മോണ്ടിസോറി ടൈംസും ഉണ്ട്. പിന്നെ ടീച്ചർ മോണ്ടിസറി പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഏതിൽ വരുന്നതാ? നമ്മുടെ ഈ മൊഡ്യൂളിലുള്ള തേർഡ് പാർട്ടാണ്. തേർഡ് മൊഡ്യൂളാണ് മോണ്ടിസോറി പ്രാക്ടിക്കൽ ഏരിയ. അത് നമുക്ക് അതിലാണ് പ്രാക്ടിക്കൽ സെഷൻ വരുന്നത്. ഞാൻ പറയും ഓരോ മെറ്റീരിയൽസ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് 5 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലാംഗ്വേജ് ഏരിയ, മാത്തമാറ്റിക്കൽ ഏരിയ, പിന്നെ സെൻസറി ഏരിയ, ലൈഫ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് സോഷ്യൽ ആൻഡ് കൾച്ചർ ഏരിയ അതും കൂടി അല്ലേ? ഓക്കെ. 5 ഏരിയാസ് ആണ്. നമുക്കത് ആ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമുക്ക് ക്ലാസ് കണ്ടക്ട് ചെയ്യാനുള്ളതാണ്. ഓക്കെ. ഓക്കെ ടീച്ചർ. നമ്മള് മോണ്ടിസോറി പ്രിപ്പയർ എൻവയോൺമെന്റ്, ടെൻഡൻസീസ് ഓഫ് മാനും മോണ്ടിസോറി ടൈപ്സും അല്ലെ? ഒരു കാര്യം പറഞ്ഞോട്ടെ, യൂണിറ്റ് 5 നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ചാപ്റ്ററിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് മിസ് തന്നിട്ടില്ലായിരുന്നു കേട്ടോ. സൊസൈറ്റി ഓഫ് കൊഹീഷന്റെയോ തന്നിട്ടില്ല? അത് തന്നിട്ടുണ്ട്. അത് തന്നിട്ടുണ്ട്. ആണോ? MT7 കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇന്ന് എഴുതിട്ടാൻ വേണ്ടിട്ടോ പറയണേ. യൂണിറ്റ് 5 then യൂണിറ്റ് 8 കേട്ടോ. നിങ്ങളില്ലേ ഇപ്പൊ ഞങ്ങൾ തരുന്ന യൂണിറ്റ് തന്നിട്ടുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ പഠിക്കണം കേട്ടോ. എന്തോ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഗീതയ്ക്ക്? എന്തായിരുന്നു ടീച്ചർ ഞാൻ പറഞ്ഞതാണോ? അതെ, അതിനു മുമ്പിലെ ടീച്ചർ, എന്റെ പേര് ഗീത അനൂപ്. ഞാൻ പിന്നെ ഇന്റേൺഷിപ്പിന് പോയിരുന്നു ലാസ്റ്റ് ഡേ. അപ്പൊ അവിടെ എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അവരുടെ സന്തോഷ വാർത്ത ഞാൻ ടീച്ചറെ അറിയിക്കുന്നു. ഓക്കെ ടീച്ചർ. ഓക്കെ, അതായിരുന്നോ? നല്ല കാര്യമായി. ഓക്കെ. എന്നോട് ജിഷ് ടീച്ചർ പറഞ്ഞു കേട്ടോ ഗീതയുടെ ഇന്റർവ്യൂ കഴിഞ്ഞു, പ്ലേസ്ഡ് ആയിരുന്നുള്ള കാര്യം. ഓക്കെ ടീച്ചർ. ടീച്ചർക്ക് എന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ അറിയില്ലല്ലോ, കാരണം കുറെ ക്ലാസ് ടീച്ചർ ഇപ്പം പുതിയ ടീച്ചറല്ലേ, അത്രയല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഞാൻ നേരിട്ട് ഞാനും കൂടി പറയാന്ന് വിചാരിച്ചത്. ഇല്ല, എനിക്കറിയാം. ഞാൻ പെട്ടെന്ന് പിള്ളേരെ ക്യാച്ച് ചെയ്യും. ഓക്കെ ടീച്ചർ. ഞാൻ പിന്നെ ചോദിച്ച ക്ലാസ് കഴിഞ്ഞോ ടീച്ചർ? ഇനി എടുക്കാനുണ്ടെങ്കിൽ എടുത്തോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. അത് എക്സാമിനെ കുറിച്ചിട്ടാണ്. ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഇന്നലെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഒരു എക്സാമിനെ കുറിച്ചിട്ട്. പിന്നെ മൊഡ്യൂള് ഇതായിട്ടാ വരുന്നത്. ആദ്യമൊക്കെ നമ്മൾക്ക് മോഡൽ എക്സാം വൈസ് ആയിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ഏതൊക്കെ ചാപ്റ്റർ ആണ് അതിൽ വരുന്നതെന്നുള്ളത് എനിക്കൊരു വ്യക്തത തോന്നിയിട്ടില്ല. അതാണ് ഞാൻ ടീച്ചറോട് ചോദിക്കുന്നത്, എങ്ങനെയാണ്? മൊഡ്യൂൾ 1 ആണ് മെയിൻ ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിൽ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4. പാർട്ട് 3യില് ഏതെങ്കിലും ഒരു ചാപ്റ്റർ നമ്മൾ ചിലപ്പോ ഇതിൽ നിന്ന് ഈ മോഡൽ എക്സാമിൽ നിന്ന് എന്ത് ചെയ്യും, മാറ്റും. ചിലപ്പോ ഏതാണോ തീരാത്തത്, ചിലപ്പോൾ മോണ്ടിസോറി ടൈംസ് ആയിരിക്കും, ചിലപ്പോൾ നമ്മളത് മാറ്റിയിട്ട് വേറെ ആക്കി. 10ാമത്തെ ചാപ്റ്റർ ചിലപ്പോൾ ഉണ്ടാവില്ല. അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടും കേട്ടോ. എന്നുവെച്ചാൽ ഏത് ചാപ്റ്റർ എവിടെ വരെയാണോ എടുത്തിട്ടുള്ളത് അത്രയും ചാപ്റ്റേഴ്സിനായിരിക്കും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുന്നത്. എവിടെ വരെയാണോ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് അത്രയും ചാപ്റ്റേഴ്സിനായിരിക്കും മോഡൽ എക്സാം വരുന്നത്. കാരണം മോഡൽ എക്സാം എന്ന് വെച്ചാല് മുമ്പ് കണ്ടക്ട് ചെയ്തിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പാർട്ടല്ല, നമ്മള് മോണ്ടിസോറി ഫസ്റ്റ് മൊഡ്യൂളിന് 6 പേപ്പറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ഫസ്റ്റ് പേപ്പർ, സെക്കൻഡ് പേപ്പർ ചൈൽഡ് ഡെവലപ്മെന്റ്, തേർഡ് പേപ്പർ സൈക്കോളജി, ഫോർത്ത് പേപ്പറിൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മോണ്ടിസോറി ടീച്ചിങ് പ്രാക്ടീസിന് തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
ദെൻ മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റ് അങ്ങനെ 6 എക്സാം കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. മൊഡ്യൂൾ നമ്മള് ഇംഗ്ലീഷിന് 7ാമത്തെ എക്സാം. അപ്പൊ 7 ദിവസം നമുക്ക് പോവാറുണ്ട്. 7 ദിവസം എക്സാം. അപ്പൊ 7 ദിവസം കുട്ടികൾക്ക് ലീവ് എടുക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. സ്റ്റഡി ലീവ് കൊടുക്കണ്ടേ. എക്സാമിന്റെ അന്ന് തന്നെ ക്ലാസ് വെക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളും എന്ത് ചെയ്യുന്നു, ലാഗ് ആവാറുണ്ട്. ഈ പ്രാക്ടിക്കൽ ക്ലാസ്സുകളൊക്കെ ലാഗ് ആവാറുണ്ട്. അപ്പൊ മാനേജ്മെന്റ് കൂടി ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് വെച്ചാൽ ബോർഡ് പറഞ്ഞിട്ടില്ല, മോഡൽ എക്സാം മെയിൻ എക്സാം മാത്രമാണ് ബോർഡിൽ നിന്ന് അപ്പൊ മോഡൽ എക്സാം നമ്മളാണ് കണ്ടക്ട് ചെയ്യുന്നത്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ മോഡൽ എക്സാം നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന വെച്ചാല് നമ്മൾ ഈ പാർട്ട് മൊഡ്യൂൾ 1 നിന്ന് 45 ക്വസ്റ്റ്യൻസും മൊഡ്യൂള് 2 നിന്ന് 5 ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് മോഡൽ എക്സാം എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് മൊഡ്യൂൾ 1 നിന്ന് 45ഉം മൊഡ്യൂൾ 2 എന്ന് വെച്ചാൽ ഇംഗ്ലീഷിന് ഒരു 5 ക്വസ്റ്റ്യൻസും ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ 45 മാർക്സിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഞങ്ങൾ എടുത്ത ചാപ്റ്റേഴ്സിന് മാത്രമേ ഞങ്ങൾ ക്വസ്റ്റ്യൻസ് ഇടുള്ളൂ. മാക്സിമം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസും ഇതിക്ക് മുമ്പ് നടന്നിട്ടുള്ള എക്സാമുകളുടെ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ബേസിലായിരിക്കും ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് കറക്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്തിൽ വരുന്നത്, മോഡൽ എക്സാമിൽ വരുന്നത്. മുമ്പെന്ന് പറഞ്ഞാല് മോഡൽ എക്സാം കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഏകദേശം എല്ലാ പാർട്ടിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം നല്ല ധാരണയാവുമായിരുന്നു. ഇപ്പൊ അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ കുട്ടികളും വർക്കിംഗ് ആണല്ലോ. ഇപ്പൊ ജൂണൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു 6ഉം 7ിലൊക്കെ മിക്ക കുട്ടികളും പ്ലേസ്ഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില് കോഴ്സ് ചെയ്യുന്ന ഭൂരിഭാഗം കുട്ടികളും എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ചില കുട്ടികൾ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ ലീവ് എടുക്കാനായിട്ട് 7 ദിവസം ലീവ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന് അറിയിച്ചു. 7 ദിവസം ലീവ് എടുക്കുക, പിന്നെയും 7 ദിവസം മെയിൻ എക്സാമിന് ലീവ് എടുക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തീരുമാനം വന്നത് മോഡൽ എക്സാം ഒരു എക്സാം ആയിട്ട് കണ്ടക്ട് ചെയ്യാം, മെയിൻ എക്സാം 7 എക്സാം ആയിട്ട് കണ്ടക്ട് ചെയ്യാം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ പാർട്ടായിട്ടാണ് എക്സാം ഡേറ്റും അതേപോലെ തന്നെ ആ പോർഷനും മൊഡ്യൂൾ 1 and 2 എന്നുള്ള ഇതിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ ഗീത? ടീച്ചർ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് അതാണോ, ഫിസിയോളജി? അല്ലല്ല, 4 പാർട്ടും മൊഡ്യൂൾ 1 വരും. MT മൊഡ്യൂൾ 1 എന്ന് പറയുന്നതാണ് നമ്മളുടെ ഈ ഒരു ടെസ്റ്റ്. എന്റെ കയ്യിലുള്ള ടെസ്റ്റ് ഈ ഒരു ടെസ്റ്റ് ആണല്ലോ, ഇതാണ് MT മൊഡ്യൂൾ 1. നിങ്ങൾക്ക് 3 ടെസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇല്ലേ? മോണ്ടിസോറി മൊഡ്യൂൾ 1 അതാണ് നമ്മളുടെ ഫുൾ ടെസ്റ്റ്. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ഇംഗ്ലീഷിന്റെ ടെസ്റ്റ് ആണ്. മൊഡ്യൂൾ 1ന്റെയും 2ന്റെയും കൂടിയാണ് എക്സാം ഇപ്പൊ വരാൻ പോകുന്നത്. മൊഡ്യൂൾ 3 പ്രാക്ടിക്കൽ സെഷൻ ആണ്. പ്രാക്ടിക്കൽ സെഷന് നമുക്ക് എക്സാം അല്ല, വൈവയാണ് കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫൈനൽ എക്സാം കഴിഞ്ഞതിന് ശേഷം വൈവേ കണ്ടക്ട് ചെയ്യും. ഒരു 10 മിനിറ്റ്സോ 15 മിനിറ്റ്സോ ഓരോ കുട്ടികളെയും പേഴ്സണൽ ആയിട്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വൈവേ ചെയ്യുന്നുണ്ട്. വൈവേ ചെയ്ത് ഓരോ കാര്യങ്ങളും ഞങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. റെക്കോർഡുകൾ കംപ്ലീറ്റ് ആണോ, നിങ്ങൾ അസൈൻമെന്റ്സും റിപ്പോർട്ട്സുകളും കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ, അതേപോലെ തന്നെ സെമിനാർ എടുത്തിട്ടുണ്ടോ, പിന്നെന്താണ് ടീച്ചിങ് എയ്ഡ്സ്, നമ്മൾ പിൻ ടവർ, സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ്, ന്യൂമറിക്കൽസ്, ചാർട്ടുകൾ, പിന്നെ ബട്ടണിങ് ഫ്രെയിംസുകളൊക്കെ പറഞ്ഞിട്ടില്ലേ, ആ ഫ്രെയിംസ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ, പിന്നെ ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടോ, ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ എഴുതും. പിന്നെ പാരറ്റിക്സ് നമ്മൾ മൊഡ്യൂള് അവിടെയാണ് 100 മാർക്കിന്റെ ഇത് വരുന്നത്. ആ പാരറ്റിക്സ് ഉണ്ടല്ലോ, നമ്മൾ മൊഡ്യൂൾ 3 ഇൻട്രൊഡ്യൂസ് ചെയ്യും. മോണ്ടിസോറി മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ മോണ്ടിസോറി മെറ്റീരിയൽസിൽ നിന്ന് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. മോണ്ടിസോറിയിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് പറ്റും. അതേപോലെ ആക്ടിവിറ്റീസ് തരും. ചില മിസ്മാർ എന്ത് കൊടുക്കും, ആക്ടിവിറ്റീസ്, മേ ബി ആക്ഷൻ സോങ്ങോ ആക്ഷൻ സ്റ്റോറിയോ ഏതാണോ ആ മിസ്സിന് തോന്നുന്നത്, ആ ഒരു ആക്ടിവിറ്റി നിങ്ങളോട് ചെയ്യാനായിട്ട് പറയും. അതിനൊരു ടാസ്ക് തരും. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. വൈവയാണ് പാർട്ട് 3 ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത്. വൈവയാണ് നടത്തുന്നത്, എക്സാം അല്ല. 50 മിനിറ്റ്സ് ആണ്. നിങ്ങൾ ആ ടൈമിലാണ് വൈവ അറ്റൻഡ് ചെയ്യേണ്ടത്. നമ്മളുടെ ഇപ്പൊ നിങ്ങൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടും ഫുള്ള് മോണ്ടിസോറി ക്ലാസ് റൂം പോലെ അറേഞ്ച് ചെയ്യുക, ചാർട്ടൊക്കെ വയ്ക്കുക, അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, വൈവയ്ക്ക് ഇരിക്കാനായിട്ട്. നല്ല ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള സ്ഥലത്തായിരിക്കണം വൈവയ്ക്ക് നിൽക്കേണ്ടത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ വേറെ? മിസ്സേ, അതെ, ഞാനിപ്പോ അടുത്ത മാസം ജൂലൈയില് ഇന്റേൺഷിപ്പിന് പോകുന്നുണ്ട്. അപ്പോ നമുക്ക് ആ ടൈമിലായിരിക്കും എക്സാം?
എക്സാം ഇന്റേൺഷിപ്പിന് പോകുന്നത് കൊണ്ട് കുട്ടികൾ ഒരുപാട് പേര് പോകുന്നുണ്ട്. ഇപ്പം കുറേ കുട്ടികൾ എന്റെ സിക്സിൽ ഒരുപാട് കുട്ടികൾ ഇന്റേൺഷിപ്പ് പ്ലേസ്ഡ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നൈറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് അറിഞ്ഞുള്ള പ്രോപ്പർ ആയിട്ട് നൈറ്റ് ആയിരിക്കണം എക്സാമുകൾ. ഓക്കെ ടീച്ചർ, നൈറ്റ് ആണെങ്കിലും നല്ലതായിരുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ നമ്മൾക്കൊരു കോൺസെൻട്രേഷനും മെയിൻ ആണല്ലോ. എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് നമ്മുടേതായ ഒരു സ്പേസിലാവുമ്പോൾ ഒരു കോൺസെൻട്രേഷൻ കൂടും. അത് നല്ലതാണ് എന്തായാലും. ഓക്കെ, അതങ്ങനെയായിരുന്നു. അങ്ങനെയാണ് ലാസ്റ്റ് MP5 വൈവ എക്സാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ജൂൺ ആയതുകൊണ്ടാണ് ലാസ്റ്റ് എക്സാം വരെ MP4 വരെയൊക്കെ പകല് മോർണിംഗ് പകൽ സമയത്ത് ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോ എല്ലാ കുട്ടികളും വർക്കാണ്. നമുക്കതൊരു പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില് പഠിക്കുന്ന ഭൂരിഭാഗം കുട്ടികളും പ്ലേസ് ആണെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയാ പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ഒരു എന്താ പറയാ നിങ്ങളുടെ ഒരു കാര്യം കൂടി അത് കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഞങ്ങൾ എന്തായാലും എക്സാമും ഡീറ്റെയിൽസ് ഒക്കെ ഇവിടുന്ന് അറേഞ്ച് ഇടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അതൊന്ന് ഇനിയിപ്പോ എന്തെങ്കിലും അവർ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്താൽ മതി. അതവര് കറക്റ്റ് ചെയ്തോളൂ കേട്ടോ. മിസ്സേ, ഇനി ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമോ ഈ 13-ാം തീയതി നടക്കുന്ന മോഡൽ എക്സാമിനും? ഇനി ഇത്രയും ചാപ്റ്റേഴ്സ് എന്ന് പറയാനായിട്ട് 3 ചാപ്റ്ററല്ലേ ഉള്ളൂ. അതെ, ഇനി എടുക്കാനുള്ളത്. അപ്പൊ ഇത്രയും തീർന്നതിൽ എല്ലാത്തിൽ നിന്നും ക്വസ്റ്റ്യൻ കാണും അല്ലേ? അന്ന് വരെ തീരുന്നതിൽ നിന്ന് ക്വസ്റ്റ്യൻ കാണും. ടോട്ടൽ 38 ചാപ്റ്ററോളം വരുന്നില്ലേ ടീച്ചർ? 38 ചാപ്റ്റർ വരുന്നില്ലേ ടോട്ടൽ? മൊഡ്യൂൾ 1 മാത്രം 38 ചാപ്റ്റേഴ്സ്. യെസ്, അതെനിക്ക് എന്താ കൂടുതൽ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ടെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ഞാൻ PDF-ലാണ് നോക്കുന്നത്. അതിലങ്ങനെ വ്യക്തമായിട്ടില്ല. അതാണ് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ടീച്ചറോട് ചോദിച്ചത്. ടെസ്റ്റ് എന്താ വാങ്ങിക്കാതെ? ഞാൻ പിന്നെ വാങ്ങിച്ചിട്ടില്ല. അന്നേരം പ്രിന്റ് എടുക്കുകയാണ്, അങ്ങനെയാണ് ചെയ്തത്. ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് നോട്ട് എഴുതാം. ഒപ്പം മിസ്സുമാര് ക്ലാസ് എടുക്കുമ്പോ ഒപ്പം നോട്ട് എഴുതുകയാണ് ചെയ്യുന്ന. ടെക്സ്റ്റ് നോട്ടായിട്ട് എഴുതി. ടെസ്റ്റ് നിങ്ങൾ വാങ്ങിക്കണമായിരുന്നു. ഞാൻ പറയട്ടെ, നമ്മള് പിന്നീട് എപ്പോഴെങ്കിലും റെഫർ ചെയ്യാനായിട്ട് നമ്മളുടെ PDF അല്ലെങ്കിൽ പ്രിന്റ് എടുത്ത നോട്ടോ നമ്മൾ ഗൂഗിളിലും ഡ്രൈവിലൊക്കെ കിടക്കേണ്ടത് പറഞ്ഞാൽ നമ്മൾ അതങ്ങനെ നോക്കില്ല. പക്ഷെ നമ്മൾക്ക് ടെസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും ഒന്ന് റെഫർ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. ടെസ്റ്റ് വാങ്ങിക്കണമായിരുന്നു. പക്ഷെ നിങ്ങൾ ഈ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള നിങ്ങളുടെ അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നിങ്ങൾ ആ പഠിച്ച് വാങ്ങിച്ച സർട്ടിഫിക്കറ്റ് മാത്രമല്ല കേട്ടോ, നമ്മുടെ ടെസ്റ്റ്, നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകൾ, നമ്മളുടെ അസൈൻമെന്റ്സ്, നമ്മുടെ റെക്കോർഡാണ് ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടിയതാണ് നമ്മുടെ ഈ മോണ്ടിസോറി കോഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ഡൗട്ട് വന്നാലും നമുക്ക് വന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ടെസ്റ്റ് കയ്യിലുള്ളത് നല്ലതല്ലേ? കുഴപ്പമില്ല. ഇപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞോളൂ, ടെസ്റ്റ് വാങ്ങിക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നെങ്കിൽ വാങ്ങിക്കാമായിരുന്നു. ക്ലാസ് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടിന്യൂ ചെയ്തു. നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളൂ. കാരണം നമ്മൾ ടെസ്റ്റിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് എഴുതുന്നുണ്ട്. ടെസ്റ്റ് വെച്ചിട്ട് പഠിക്കാൻ നോക്കുക കേട്ടോ. മിസ്സേ, നമ്മുടെ മോഡൽ എക്സാമിന്റെ ടൈമില് നമുക്ക് എങ്ങനെയാണ് എക്സാമിന് നമുക്ക് ഫോണിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റൂലോ അല്ലെ? നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഒരു ലിങ്ക് വരും. ആ ലിങ്ക് ഓപ്പൺ ആക്കുക, എക്സാം അറ്റൻഡ് ചെയ്യാം. 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറ്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം. അങ്ങനെ 50 ക്വസ്റ്റ്യൻസ് 100-ലാണ് മാർക്ക് വരുന്നത്. അന്ന് ഞാൻ മാർക്ക് ഇൻഫോം ചെയ്യും. മോഡൽ എക്സാം എങ്ങനെയാണ് ഒരു എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്, അതേപോലെ അതിനെ കുറിച്ചിട്ട് നമ്മൾ ആ ട്രാക്കിലേക്ക് വരുന്നു, ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഹലോ മിസ്സേ, ആ എൻ്റെ പേര് റംലത്ത്. ഞാൻ ഡെയിലി ക്ലാസ് കയറില്ല. ഇപ്പൊ പ്രഗ്നന്റ് ആയിരുന്നു. ഇപ്പം ഡെലിവറി കഴിഞ്ഞു. ചെറിയ വാവ ഉണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ ക്ലാസ് കയറാൻ പറ്റലില്ലായിരുന്നു. കുറെ വർക്കുകളൊക്കെ പെൻഡിങ് ഉണ്ട്. അത് വൈകിക്ക് മുമ്പായിട്ട് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കാൻ എന്തൊക്കെ വർക്കൊക്കെ ചെയ്യിച്ചിട്ടുണ്ട്, ലിസ്റ്റ് എടുക്കുക, വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. അല്ല, മാമിനോട് പറഞ്ഞതാ ഞാൻ. റംല അല്ലേ? റംലത്ത്. ഓക്കെ, വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. വാവയ്ക്ക് ഇപ്പൊ എത്ര മാസമായി? ഇപ്പം വാവക്ക് 2 മാസം. അതിന്റെ മൂത്ത ആളുണ്ട് 2.5 വയസ്സുള്ള. അപ്പൊ ഭയങ്കര ടാസ്ക് ആണ്.
ടാസ്ക് ആണ്. അതാണ് ജിഷ മിസ്സിനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജിഷ മിസ് പറഞ്ഞു നമുക്കൊന്ന് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കേടാ, മാക്സിമം മോനെ കൊണ്ട് ചെയ്യുന്ന പറ്റുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു അറേഞ്ച് ചെയ്ത് വെച്ചു നിങ്ങൾ പറഞ്ഞോ നോക്കിക്കോളാം. ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ വൈവേ മോഡൽ എക്സാം ഒക്കെ കേട്ടിട്ടൊരു ടെൻഷൻ. ഇല്ല മോഡൽ എക്സാം നിങ്ങൾ റീഡ് ചെയ്ത് ആൻസർ ചെയ്യണം. ആ ഒരു ടെൻഷൻ വേണ്ട. പഠിച്ചിട്ട് നന്നായിട്ട് വായിക്കുക, നല്ല രീതിയിൽ റീഡ് ചെയ്ത് നോക്കുക. ഞാനിതില് മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെന്ന് വെച്ചാൽ ക്ലാസ് കുറെ പെൻഡിങ് ഉണ്ട് കേൾക്കാന്. അയ്യൊരു ഇനി പേടി മിസ് ടെൻഷൻ PDF മാത്രമേ ക്വസ്റ്റ്യൻ വരുള്ളൂ. PDF മാത്രം. ഓക്കെ, അങ്ങനെയും പറയാൻ പറ്റില്ല. മാക്സിമം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് ജിഷ് ടീച്ചർ പറയൂട്ടാ. നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ മോഡൽ എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ പറയും മിസ് നല്ല എളുപ്പമായിരുന്നു മോഡൽ എക്സാം, ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിരുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റി. നല്ല സ്കോർ ഉണ്ടാവും. എല്ലാ പിള്ളേരും മോഡൽ എക്സാം കേൾക്കുമ്പോൾ ഭയങ്കര പേടിച്ചിട്ട് മാറിയിട്ട് നിൽക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നല്ല എക്സാം ആണ്. കാരണം നിങ്ങൾക്ക് അതൊരു പ്രാക്ടീസ് ആണ്, നിങ്ങൾ അത് ഹെൽപ്ഫുൾ ചെയ്യുന്നത്. മുമ്പത്തെ കുട്ടികൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് മോഡൽ എക്സാം ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞ് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. അപ്പോ നിങ്ങൾ മാക്സിമം അതൊന്ന് ചെയ്ത് നോക്കുക. ഇനി മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാണുകയാണെങ്കിൽ മേ ബി ഞങ്ങള് മോഡൽ എക്സാം നമ്മള് കയ്യിൽ റിട്ടേൺ എഴുതി കൊടുക്കാണല്ലോ കുട്ടികൾക്ക്, ഇവിടെ സ്റ്റാഫിന്. അവർ എൻട്രി ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഞങ്ങൾ എഴുതിയതിൽ ക്ലിക്ക് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് ഇൻഫോം ചെയ്താൽ മതി. പിന്നീട് ഇൻഫോം ചെയ്താൽ മതി. അത് പ്രശ്നമൊന്നുമില്ല കേട്ടാ. മോഡൽ എക്സാമിന്റെ മാർക്ക് നമ്മൾ എവിടെയും വാല്യൂ ചെയ്യുന്നൊന്നുമില്ല. അത് ഇന്റേണൽ മാർക്ക് ഇടാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. മെയിൻ എക്സാം 7 എഴുതണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു പ്രാക്ടീസാണ് എന്ത് മോഡൽ എക്സാം. പിന്നെ മോഡൽ എക്സാം എഴുതാത്ത കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നില്ല മെയിൻ എക്സാം എഴുതാൻ പറ്റുമെന്ന്. മാക്സിമം നിങ്ങൾ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുകയും ചെയ്യണം. മാർക്ക് എന്തോ ആവട്ടെ, നിങ്ങൾ അറ്റൻഡ് ചെയ്യണം കേട്ടോ. എല്ലാവരും മാർക്ക് ഒത്തിരി കോൺസെൻട്രേറ്റ് ഒന്നും നോക്കണ്ട. നിങ്ങൾ നന്നായിട്ട് റീഡ് ചെയ്യുക, നന്നായിട്ട് ക്ലാസ്സുകൾ പെൻഡിങ് ഉള്ളത് മാക്സിമം കാണാൻ നോക്കുക. ദെൻ ആ മോഡൽ എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്, മോഡൽ എക്സാമിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നീട് ഞങ്ങൾ ക്ലാസ്സിൽ കയറുമ്പോൾ ഡിസ്കസ് ചെയ്യാം എന്താണ് ആ ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഓക്കെ ടീച്ചർ, അത് മോക്ക് ടെസ്റ്റ് പാറ്റേൺ തന്നെ ആയിരിക്കില്ലേ? നമ്മൾ ഓപ്ഷൻ ഓപ്ഷൻസ് ഉണ്ടാവും, 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടിക്ക് ചെയ്താൽ മതി. ഓക്കെ ടീച്ചർ. ഓക്കെ, ഇനി PG ആരെങ്കിലും ഉണ്ടോ? എവിടെന്താ യെസ് മിസ്. PG ചെയ്തോണ്ടിരിക്കുകയായിരുന്നോ? ഫസ്റ്റ് PG ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പം ഇന്നലെ PG ജോയിൻ ചെയ്തിട്ട് ഞങ്ങളോട് എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ, കേറണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്നലെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. പുതിയ PG സ്റ്റാർട്ട് ചെയ്യുന്നതിലുണ്ട്. ഫാത്തിമ ഉണ്ട്, പിന്നെ ആരാണ്? സമീറ. രണ്ടുപേരും ഉള്ളൂ അല്ലേ? ശ്യാമള. അപർണ. എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഷമീറ. ഓക്കെ, ഞാൻ ചോദിച്ചെന്നുള്ളൂ കേട്ടോ. ടീച്ചർ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചെന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ? അതെ, ജിഷ മിസ് നമുക്ക് ഒരു പ്രൊജക്ട് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാൻ നമുക്ക് ജിഷ മിസ്സിനോട് പറ്റിയിട്ടില്ല. അപ്പോ ആ പ്രൊജക്ടിന്റെ ചൈൽഡ് കെയർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സർവേ ഒക്കെ നടത്താൻ വെച്ചിട്ടായിരുന്നു പ്രൊജക്ട്. അപ്പോ അതിന്റെ കാര്യം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ, പ്രൊജക്ട് എങ്ങനെ ചെയ്യേണ്ടത്, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അറിയുന്നു. ആദ്യം തന്നെ സാമ്പിൾ കളക്ഷൻ ആണ് പറയുന്നത്. നമുക്കൊരു ലിസ്റ്റ്, ഒരു ക്വസ്റ്റ്യനെയർ തന്നിട്ടുണ്ടല്ലോ. നമ്മുടെ അടുത്തുള്ള നമ്മളത് 5 കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ്? ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഷനിൽ എത്തി എന്നുള്ളത് ആണ് നമ്മുടെ പ്രൊജക്ടിന്റെ കണ്ടന്റ് ആയിട്ട് വരുന്നത്. ചൈൽഡ് വെൽഫെയറിനെ കുറിച്ചിട്ടും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ, ഇൻട്രൊഡക്ഷൻ, അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുക. ദെൻ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ നമ്മളുടെ പ്രൊജക്ട് അല്ലെങ്കിൽ നമ്മളുടെ സർവേയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം കൺക്ലൂഡ് ചെയ്യാനായിട്ട്. പിന്നെ ജിഷ് ടീച്ചറിനോട് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാം കേട്ടോ. ഓക്കെ മിസ്. ആ സർവേയുടെ 5 കൂടി 5 പേപ്പറും കൂടി ഇതിൽ നമ്മൾ പ്രൊജക്ടിന്റെ കൂടെ വെക്കണോന്നാണ് ഡൗട്ട്. അറ്റാച്ച് ചെയ്ത് വെക്കണം. പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരാണെങ്കിൽ മാക്സിമം സൈൻ ചെയ്ത് വാങ്ങിക്കണം. ഓക്കെ. പ്രാക്ടിക്കൽ ക്ലാസ് ആകുമ്പോഴേക്കും നിങ്ങൾ റെക്കോർഡുകൾ കംപ്ലീറ്റ് ആക്കണം കേട്ടോ.
ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് അവരെ യെസ്റ്റർഡേയോ ആണ് തോന്നുന്നു കുറച്ച് അസൈൻമെന്റ് ഗ്രൂപ്പിൽ കണ്ടു, ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നു. ഒരു 10 അസൈൻമെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ 100 മാർക്കിന്റെ അസൈൻമെന്റ്സ് ആണ്. അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എന്തായാലും അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോ ഞാൻ സ്റ്റഡി ലീവ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ്? കുറെ ദിവസം ഉണ്ടാവോ സ്റ്റഡി ലീവ്? അല്ലെങ്കിൽ ഒന്നും അധികം പ്രൊവൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എക്സാമിന്റെ നമ്പേഴ്സ് കുറച്ചിരിക്കുന്നത് തോന്നുന്നു. അപ്പൊ അധികം സ്റ്റഡി ലീവ് പ്രതീക്ഷിക്കേണ്ട. ഡെയിലി നിങ്ങൾ ഇനി അധികം ടൈം വേസ്റ്റ് ചെയ്യാനില്ല. പഠിക്കുക, റീഡ് ചെയ്യുക, ഓരോ ചാപ്റ്റേഴ്സ് വെച്ച് കവർ ചെയ്ത് പോവുക. ഓക്കെ ഓക്കെ ടീച്ചർ. വീട്ടിൽ പഠിക്കാന്ന് വിചാരിക്കരുത്, ഡെയിലി പഠിക്കാം. ഓക്കെ, താങ്ക് യു കേട്ടോ. താങ്ക് യു ഓൾ. Thank you, Miss. Thank you, Miss.